Hi my dears, welcome to ACS online class. അപ്പോൾ എല്ലാവരും മാത്സിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ റെഡിയാക്കി വെച്ച് റെഡിയായിട്ടിരിക്കുകയാണോ? ഓക്കെ, നമുക്ക് ഇന്ന് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. പേജ് നമ്പർ 81, ചാപ്റ്റർ 8, കാർഡ്സ് ആൻഡ് വീൽസ്. ഈ ചാപ്റ്ററിൽ നമ്മൾ സർക്കിൾസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സർക്കിൾസ് എന്ന് വെച്ചാൽ എന്താണ്? റൗണ്ട് ഷേപ്പ് ഉള്ള ഫിഗേഴ്സിന് നമ്മൾ സർക്കിൾസ് എന്ന് പറയും അല്ലേ? ഇതാണ് ഒരു സർക്കിൾ, റൗണ്ട് ഷേപ്പ് ആണ്. ഈ ഷേപ്പ് ഉള്ള ഫിഗേഴ്സിനെ സർക്കിൾ എന്ന് പറയും. സത്യമല്ലേ? ഈ സർക്കിൾസിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ സർക്കിൾസിനകത്ത് കുറെ അളവുകളൊക്കെ ഉണ്ട്. റേഡിയസ്, ഡയമീറ്റർ, ഓക്കെ, ഈ സർക്കിളിന്റെ അകത്ത് വരുന്ന അളവുകളാണിതെല്ലാം. അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് റെഡി ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യുവാണേ. കണ്ടില്ലേ, ഇതില് എന്താണ് ഒരു കുറെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. കാർഡ്സ് ആൻഡ് വീൽസ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. നോക്കി എന്തെല്ലാം സാധനങ്ങളുണ്ട് ആ പടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കുറെ മെഷീൻസ് ഉണ്ട്, ബസ്, സൈക്കിള്, എന്താണ് ഒരു വെജിറ്റബിൾ, എന്താണ് ആ വണ്ടി അല്ലെ? ആ വണ്ടിയിലെ വീല് റൗണ്ട് ആണ് അല്ലെ? അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. കാർഡ്സ് അല്ലെ? നമ്മൾ ഈ പണ്ടൊക്കെ നമ്മൾ ചരക്കുകളെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന ബുള്ളോക്ക് കാർഡ്സ് അല്ലെ? എന്താണ് അതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഒരാള് പപ്പടം അല്ലെ? പപ്പടം പോലെ മാവൊക്കെ പരത്തുന്ന ഒരു സ്ത്രീ ഉണ്ട്. പിന്നെ ഒരു കുട്ടി എന്താണ് ടയർ വെച്ച് റൗണ്ട് അല്ലെ? അത് ഉപയോഗിച്ച് കളിക്കുന്ന, പട്ടം പറത്തുന്ന ഒരു വൃദ്ധനായ ഒരാൾ ഒരു മൺകുടം പണിയുന്നു അല്ലെ? അതിന്റെയൊക്കെ ആ വീലൊക്കെ എന്താണ്? റൗണ്ട് ഷേപ്പാണ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? സർക്കിൾസിനെ കുറിച്ചാണ്. അപ്പൊ ആ സർക്കിൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഫിഗേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സർക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? റൗണ്ട് ഷേപ്പുള്ള, ഇതുപോലെ റൗണ്ട് ഷേപ്പുള്ള ഫിഗേഴ്സിനെയാണ് സർക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹേ സീ ഹൗ ബിഗ് ദിസ് വീൽ ഈസ്. I have never seen a wheel like this. കണ്ടില്ലേ, ഒരു അമ്മ നിന്ന് പച്ചക്കറി വാങ്ങിക്കുകയാണ്. ആ പച്ചക്കറി വെച്ചിരിക്കുന്ന ഒരു വണ്ടി കണ്ടില്ലേ? ഒരു കൈവണ്ടി പോലെ. അപ്പൊ അത് കണ്ടിട്ട് ആ കുട്ടി പറയാണ്, കണ്ടില്ലേ അമ്മേ, നോക്കിക്കേ, എന്താണ് ആ വണ്ടിക്ക് ഒരു വലിയ വീലാണ്. ഇത്രയും വലിപ്പമുള്ള ഒരു വീല് ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്ന് വളരെ വളരെ അത്ഭുതത്തോടു കൂടി ആ കുട്ടി അമ്മയോട് പറയാണ്. You must have seen many such round things around you. List some more in your notebook. എന്താണ്? നിങ്ങൾ ഒരുപാട് റൗണ്ട് അല്ലെങ്കിൽ സർക്കിൾ ആയിട്ടുള്ള വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് ചുറ്റും കണ്ടിട്ടുണ്ടായിരിക്കും. അത് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്ത് അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാനാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയാൽ മതി. എന്തൊക്കെ വസ്തുക്കളാണ് റൗണ്ട് ഷേപ്പിലുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തൊക്കെ വരും? കോയിൻസ്, നമ്മളുടെ നാണയത്തുട്ടുകളിലേക്ക് 1 രൂപ, 2 രൂപ അങ്ങനെയുള്ള കോയിൻസുകളെല്ലാം റൗണ്ട് ഷേപ്പാണ്. ഇനി എന്തൊക്കെയുണ്ട്? പെൺകുട്ടികളൊക്കെ നെറ്റിയിൽ എന്താണ് റൗണ്ട് ഷേപ്പിലുള്ള പൊട്ടുകളൊക്കെ തൊടാറില്ലേ? ബിന്ദീസ്. പൊട്ടിന് ഇംഗ്ലീഷിൽ പറയുന്നത് ബിന്ദീസ്. ഇനി എന്താണ്? നമ്മുടെ സൂര്യൻ എപ്പോഴും റൗണ്ട് ഷേപ്പ് അല്ലേ? സൺ. ഇനി എന്തൊക്കെ പറയാം? നമ്മുടെ പ്ലേറ്റ്, നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു പാത്രം, പ്ലേറ്റ്, അത് റൗണ്ട് ഷേപ്പ് അല്ലേ? ഇനിയോ ബൗൾ, നമ്മൾ കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ബൗൾ, കറി വിളമ്പുന്ന ആ ഒരു ബൗള് റൗണ്ട് ഷേപ്പ് അല്ലേ? ഏകദേശം ഉരുണ്ട ഷേപ്പ് അല്ലേ? ഇനി എന്തൊക്കെ പറയാം? ബോട്ടം ഓഫ് ഗ്ലാസ്, നമ്മുടെ ഗ്ലാസിന്റെ താഴ്ഭാഗം നോക്കി റൗണ്ട് ഷേപ്പ് അല്ലേ? അപ്പൊ എന്തെല്ലാം വസ്തുക്കൾ റൗണ്ട് ഷേപ്പിലുണ്ട്. പിന്നെ വീൽസ് അല്ലേ? വീൽസ് എല്ലാം ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് റൗണ്ട് ഷേപ്പുള്ള വസ്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ? അപ്പൊ ഇതൊക്കെയാണെന്ന് ലിസ്റ്റ് എടുത്തിട്ട് എല്ലാവരും അവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് പേജ് നമ്പർ 82, റൗണ്ട് ബാങ്കിൾ. ഹാവ് യു എവർ ഗോൺ ടു എ ബാങ്കിൾ ഷോപ്പ്? നിങ്ങൾ എപ്പോഴും ഒരു വളക്കടയിൽ പോയിട്ടുണ്ടോ? വള, പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന വളയില്ലേ, വള. ഒരു വളക്കടയിൽ അത് വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടോ? I cannot wear these bangles. These are too small. ഒരു കുട്ടി പറയാണ്, എനിക്ക് ഈ കുഞ്ഞു വള ഉപയോഗിക്കാൻ സാധിക്കില്ല, അത് ഒരുപാട് ചെറുതല്ലേ, അപ്പൊ എന്റെ കയ്യിൽ കേറത്തില്ല, അതുകൊണ്ടായിരിക്കാം എനിക്കത് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നൊരു കുട്ടി പറയാണേ. Which of these bangles is of your size? ഇനി 3 വളകളുടെ പിക്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം പച്ച, പിന്നെ ഒന്ന് ഓറഞ്ച്, പിന്നെ ഒന്ന് ബ്ലൂ. കണ്ടില്ലേ? 3 വളകളില് നിങ്ങളുടെ കയ്യിൽ കേറാൻ ആൺകുട്ടികളാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ആൺകുട്ടികളെ ഞാൻ വള അണിയില്ലല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട.
ആൺകുട്ടികളാണെങ്കിലും ഈ ചോദ്യത്തിന് ഉത്തരം അവിടെ എഴുതേണ്ടത് തന്നെയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ആലോചിക്കുക, എന്താണ് ഈ കൂട്ടത്തിൽ ഏത് അളവിലുള്ള വളയായിരിക്കും അല്ലെങ്കിൽ ബാങ്കിലായിരിക്കും നിങ്ങളുടെ കയ്യിൽ കയറുന്നത് കൃത്യമായ അളവിലുള്ളത്? ഏത് വളയായിരിക്കും? പച്ച ഭയങ്കര ചെറുതായിരിക്കും, നിങ്ങൾ കയ്യിൽ കയറത്തില്ല അല്ലെ. ബ്ലൂവോ? ബ്ലൂ കയറും, വള കയ്യിൽ കയറിയെന്നിരിക്കും, പക്ഷെ വളരെ വലുതായിരിക്കും അല്ലെ, ലൂസ് ആയിരിക്കും നിങ്ങൾക്ക്. പക്ഷെ നടുക്കിടക്കുന്ന ഓറഞ്ച് കളറിലുള്ളതോ നിങ്ങളുടെ കൈയുടെ ഏകദേശം അളവിലുള്ള വളയാണ് അല്ലെ. അപ്പൊ ഈ കൂട്ടത്തിൽ നിങ്ങളുടെ കൈയുടെ ഏകദേശം അളവിലുള്ള വള ഏതാണ്? മിഡിൽ, സെക്കൻഡ് വൺ. അവിടെ എഴുതി സെക്കൻഡ്. ഇനി അടുത്തത്, take a wire and make a bangle of yourself. Can your madam or mother wear this bangle? എന്താണ്, നിങ്ങൾ ഒരു വയർ എടുക്കുക, എന്നിട്ട് അത് വെച്ച് ചുറ്റി ഒന്ന് കെട്ടി വെക്കുക, നിങ്ങൾ റൗണ്ട് ഷേപ്പിൽ ഒരു വളയാക്കി എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ ടീച്ചറിനോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്കോ അത് കൊടുക്കുക. അവർക്ക് ആ വള അല്ലെങ്കിൽ ആ വയർ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു ബാങ്കിള് അണിയാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ചെയ്ത് നോക്കുക, എന്നിട്ട് ഉമ്മയെ കൊണ്ട് അല്ലെങ്കിൽ അമ്മയെ കൊണ്ട് അത് നിങ്ങൾ കയ്യിൽ ഇടിയിച്ച് നോക്കുക. അത് ഉമ്മയ്ക്ക് ഇടാൻ പറ്റുന്നതാണെങ്കിൽ യെസ് എന്ന് എഴുതുക, അല്ലെങ്കിൽ നോ എന്ന് എഴുതിക്കോ കേട്ടോ. ഇനി അടുത്ത ചോദ്യം, a bangle can be used to trace a circle. Okay, what are the other things around you that you can use to trace a circle? അപ്പോൾ നിങ്ങൾക്ക് ഈ ബാങ്കിൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു സർക്കിൾ ട്രേസ് ചെയ്തെടുക്കാൻ സാധിക്കത്തില്ലേ? സാധിക്കും. എന്താണ്, ആ വള എടുത്ത് നിങ്ങൾ എന്താണ് ബുക്കിന്റെ പുറത്ത് വെച്ചിട്ട് ആ വളയ്ക്ക് ചുറ്റും ഒരു പെൻസിൽ വെച്ച് റൗണ്ട് വരച്ച് നോക്കിക്കേ. ആ വളയുടെ അതിർത്തിയുടെ റൗണ്ട് വരച്ച് നോക്കിക്കേ. കൃത്യമായ അളവിൽ ആ വളയുടെ അളവിൽ നിങ്ങൾക്ക് ഒരു സർക്കിൾ വരയ്ക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ മറ്റേതൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചാലാണ് നിങ്ങൾക്ക് കൃത്യമായി സർക്കിൾ വരയ്ക്കാൻ സാധിക്കുന്നത്? വള ഉപയോഗിച്ചാൽ സർക്കിൾ വരയ്ക്കാൻ സാധിക്കും എന്ന് ഇപ്പൊ പറഞ്ഞു അല്ലെ. അതുപോലെ മറ്റേതൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചാൽ കൃത്യമായി സർക്കിൾ വരയ്ക്കാൻ സാധിക്കും? കോയിൻസ് അല്ലേ, നമ്മുടെ നാണയങ്ങൾ അല്ലെ, 1 രൂപ 2 രൂപ 5 രൂപയുടെ ഒക്കെ 10 രൂപയുടെ കോയിനൊക്കെ വെച്ച് നമ്മൾ ഒന്ന് അതിന്റെ ആ ഒരു അതിർത്തിയിലൂടെ പെൻസിൽ വെച്ചൊന്ന് വരച്ച് നോക്കിക്കോ, റൗണ്ട് വരച്ച് നോക്കിക്കോ, അല്ലെങ്കിൽ സർക്കിൾ വരച്ച് നോക്കിക്കോ. അപ്പോഴും റൗണ്ട് വരയ്ക്കാൻ അല്ലെങ്കിൽ സർക്കിൾ വരയ്ക്കാൻ സാധിക്കും. അപ്പൊ കോയിൻസ് വെച്ച് പറ്റും. ഇനിയോ ഗ്ലാസ് വെച്ച് പറ്റും. ഒരു ഗ്ലാസ് വെച്ചിട്ട് അത് ഒരു പേപ്പറിൽ വെച്ചിട്ട് ഗ്ലാസിന്റെ താഴത്തെ ഭാഗത്തോട്ട് നിങ്ങൾ എന്താണ് കൈ ഒഴിച്ച് കറക്കിയൊക്കെ കൊടുത്ത് ഒരു പെൻസിൽ ഉപയോഗിച്ച് റൗണ്ട് വരച്ച് നോക്കി സർക്കിൾ വരയ്ക്കാൻ സാധിക്കും. ഇനിയോ ബൗൾ വെച്ചിട്ടാണെങ്കിലും ബൗൾ കമഴ്ത്തി വെച്ചിട്ടാണെങ്കിലും നമുക്ക് റൗണ്ട് ഷേപ്പ് കിട്ടും. റൗണ്ട് ഷേപ്പിലുള്ള ബൗൾ ആണെങ്കിൽ ഓക്കെ, എന്താണ് അല്ലാതെ നിവർത്തി വെച്ചിട്ടാണെങ്കിലും എന്താണ് ബൗൾ വരയ്ക്കാൻ സാധിക്കും. ക്യാപ്പ് ഓഫ് എ പെൻ, ഒരു പേനയുടെ ക്യാപ്പിന് എന്താണ് റൗണ്ട് ഷേപ്പ് ഉണ്ട്. അതിങ്ങനെ ബുക്കിനെ പുറത്ത് വെച്ചിട്ട് എന്താണ് ഒരു സർക്കിൾ വരയ്ക്കാൻ ശ്രമിക്കാം. ഇനി എന്തൊക്കെയുണ്ട് വസ്തുക്കള്? ഒരു പൈപ്പ്, നമ്മൾ ഈ പൈപ്പൊക്കെ ഇല്ലേ, എന്താണ് ട്യൂബ് പോലുള്ള PVC പൈപ്പൊക്കെ ഇല്ലേ, എന്താണ് അത് ഉപയോഗിച്ച് നമുക്ക് റൗണ്ട് വരയ്ക്കാൻ ശ്രമിക്കാം ഇല്ലേ. അപ്പൊ ഇതൊക്കെയാണ് എല്ലാവരും അവിടെ അതൊക്കെ എഴുതി കൊടുക്കുക. ഇനി trace a circle with the help of some of these things in a notebook or on the ground. Okay, which thing make the smallest circle? Okay, മിസ് ഇപ്പോൾ പറഞ്ഞ ഏതൊക്കെ വസ്തുക്കളാണ് നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി കൊടുക്കുക. ഏതൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചാലാണ് നമുക്ക് റൗണ്ട് അല്ലെങ്കിൽ സർക്കിൾ വരയ്ക്കാൻ സാധിക്കുന്നത്? കോയിൻസ്, ഗ്ലാസ്, ബൗൾ, ക്യാപ്പ് ഓഫ് എ പെൻ, പൈപ്പ്, ഓക്കെ എക്സെട്ര. ഇത്രയും ഒബ്ജക്ട്സ് മിസ് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാം ഏതൊക്കെ മറ്റു വസ്തുക്കൾ ഉപയോഗിച്ചാൽ റൗണ്ട് വരയ്ക്കാം എന്നൊക്കെ. ബാങ്കിൾ അത് ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ മറ്റേതൊക്കെ വസ്തുക്കളാണ് റൗണ്ട് ഷേപ്പിലുള്ളത്, അപ്പോൾ അത് ഏതൊക്കെ ഉപയോഗിച്ചാൽ കൃത്യമായി ട്രേസ് ചെയ്ത് സർക്കിൾ വരയ്ക്കാൻ സാധിക്കും. ഇനിയും ഒബ്ജക്ട്സ് ഉണ്ട്, ഇനിയും വസ്തുക്കളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് അവിടെ ലിസ്റ്റ് എഴുതുക. എന്നിട്ട് ഇതിലേതെങ്കിലും ഒരു വസ്തു എന്താണ്, ഒരു വസ്തുവല്ല, ഇതിലേതെങ്കിലും ഇപ്പം കോയിൻസ് യൂസ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ നോട്ട്ബുക്കിൽ സർക്കിൾ വരയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ സർക്കിൾ താഴെ ട്രേസ് ഓഫ് എ കോയിൻ എന്ന് എഴുതണം. TRACE, ട്രേസ് ഓഫ് എ കോയിൻ എന്ന് എഴുതണം. ഇപ്പൊ ഗ്ലാസ് വെച്ചിട്ടാണ് നിങ്ങൾ ഒരു സർക്കിളിലെ ട്രേസ് വരയ്ക്കുന്നതെങ്കിൽ എന്താണ്, ട്രേസ് ഓഫ് എ ഗ്ലാസ് എന്ന് ആ സർക്കിളിന് താഴെയായിട്ട് എഴുതണം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ട്രേസ് എ സർക്കിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് some of these things in your notebook or on a ground എന്ന് നിങ്ങൾ നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് എന്ത് ചെയ്യണം, ആ റൗണ്ട് ഏതെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് ആ റൗണ്ട് നോട്ട്ബുക്കിൽ വരയ്ക്കുക. എന്നിട്ട് ആ റൗണ്ടിന് തൊട്ട് താഴെയായിട്ട് ഏത്
വസ്തുവാണോ ആ വസ്തുവിന്റെ ട്രേസ് ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ആ റൗണ്ടിന് താഴെ എഴുതുക. ഓക്കെ, ഇനി അപ്പൊ നിങ്ങൾ കുറച്ച് റൗണ്ട് വരച്ചു. ഇപ്പൊ നമ്മൾ ലിസ്റ്റ് എടുത്ത വസ്തുക്കളെ ഉപയോഗിച്ച് കുറച്ച് നോട്ട്ബുക്കിൽ റൗണ്ട് വരച്ചു കഴിഞ്ഞു. ഇനി അതിനെ ബേസ് ചെയ്തുള്ള ചോദ്യമാണ് വിച്ച് തിങ് മേക്ക് ദ സ്മോളസ്റ്റ് സർക്കിൾ? ഏത് വസ്തു ഉപയോഗിച്ചപ്പോഴാണ് ഏറ്റവും ചെറിയ സർക്കിൾ കിട്ടിയത്? കൂട്ടത്തിൽ മിസ് എന്തെല്ലാം പറഞ്ഞു? കോയിൻസ് പറഞ്ഞു, ഗ്ലാസ് പറഞ്ഞു, ബൗള് പറഞ്ഞു, ക്യാപ്പ് ഓഫ് എ പെൻ പറഞ്ഞു, പൈപ്പ് പറഞ്ഞു. മിസ് 5 ഒബ്ജക്ട്സ് പറഞ്ഞു. ഈ 5 ഒബ്ജക്ട്സുകൾ ഉപയോഗിച്ച് നമുക്ക് ട്രേസ് സർക്കിൾ വരയ്ക്കാൻ സാധിക്കും, നോട്ട്ബുക്കിൽ വരയ്ക്കാം. അപ്പോഴെന്താണ്, ഇതിൽ ഏത് വസ്തു ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും ചെറിയ സർക്കിൾ കിട്ടുന്നത്? ക്യാപ്പ് ഓഫ് എ പെൻ അല്ലെ, ഒരു പേനയുടെ ക്യാപ്പ്, ഇതല്ലേ ഏറ്റവും ചെറിയ സർക്കിൾ. ഈ ഒരു ക്യാപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ഒരു പേനയുടെ ക്യാപ്പ് ഉപയോഗിച്ച് റൗണ്ട് വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു ക്യാപ്പ് എന്താണ്, ആ ഒരു സർക്കിൾ ആയിരിക്കും ഈ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ സർക്കിൾ. ഓക്കെ, അപ്പൊ അവിടെ എഴുതുക ക്യാപ്പ് ഓഫ് എ പൈപ്പ്. ഈ ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് ക്യാപ്പ് ഓഫ് എ പൈപ്പ് എന്ന് എഴുതുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ നോട്ട്ബുക്കിൽ പേനയുടെ ക്യാപ്പ് ഉപയോഗിച്ച് സർക്കിൾ വരച്ചിട്ടുണ്ടാവണം, എന്നാലേ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് അങ്ങനെ എഴുതാൻ സാധിക്കത്തുള്ളൂ നോട്ട്ബുക്കിൽ. ഇനി വിച്ച് തിങ് മേക്ക് ദ ബിഗ്ഗസ്റ്റ് സർക്കിൾ? അപ്പോൾ ഏതാണ് ഏറ്റവും വലിയ സർക്കിൾ ഉണ്ടാക്കിയ ഒബ്ജക്റ്റ്? ഏതാണ്? ആ ഏത് ഒബ്ജക്റ്റ് വെച്ചപ്പോഴാണ് ഒരു വലിയ സർക്കിളിലെ ട്രേസ് കിട്ടിയത്? മിസ് പറയുന്നു ഗ്ലാസ് ബൗൾ. ഗ്ലാസ് ബൗൾ ഉപയോഗിച്ച് നോട്ട്ബുക്കിൽ അതിന്റെ ട്രേസ് വരച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഗ്ലാസ് ബൗൾ എന്ന് എഴുതാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഗ്ലാസ് ബൗളിന്റെയും എല്ലാവരും ട്രേസ് നോട്ട്ബുക്കിൽ വരയ്ക്കണം. ഓക്കെ, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതി എന്താണ് വിച്ച് തിങ് മേക്സ് ദ ബിഗ്ഗസ്റ്റ് സർക്കിൾ എന്ന ചോദ്യം എഴുതിയിട്ട് ഗ്ലാസ് ബൗൾ എന്ന് എഴുതാം. നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും നിങ്ങൾ ഏതൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ച് റൗണ്ട് വരച്ചാൽ ഏത് സർക്കിളാണ് ചെറുത്, ഏത് സർക്കിളാണ് വലുത് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് കറസ്പോണ്ടന്റ് ആയിട്ട് ആ ഓരോ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് ഗെയിംസ് വിത്ത് സർക്കിൾസ്. Children are playing some games. കണ്ടില്ലേ, കുറച്ച് കൂട്ടുകാര് ഗെയിംസ് കളിക്കുകയാണ്. Do you play these games? Which song do you sing when you play this game in your school? കണ്ടില്ലേ, എന്താണ് നിങ്ങൾ ഇതിൽ ഏത് കളിയാണ് നിങ്ങൾ കളിക്കുന്നത്? നിങ്ങൾ ഏത് പാട്ടാണ് ഗെയിം കളിക്കാൻ നേരം നിങ്ങൾ ഏത് പാട്ടാണ് പാടാറുള്ളത്? ഈ കളികളെല്ലാം നിങ്ങൾ സ്കൂളിൽ വെച്ച് കൂട്ടുകാരുമൊത്ത് ചെയ്യാനാണ് പറയുന്നത്. Why do we make a circle in each of these games? കണ്ടില്ലേ, ഈ ഗെയിം 1 ഗെയിം 2 എന്താണ് കുട്ടികൾ റൗണ്ട് ആയിട്ടാണ് നിൽക്കുന്നത്, സർക്കിൾ അല്ലെ, ഒരു സർക്കിളിലെ രൂപത്തിൽ ചുറ്റും കൈപിടിച്ച് സർക്കിളിലെ രൂപത്തിൽ നിൽക്കുകയാണ് അല്ലെ. ഗെയിം 2 നടുക്കൊരു സർക്കിൾ വെച്ചിട്ട് ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് എന്താണ് അത് ആ ഒബ്ജക്റ്റ് ആദ്യം പോയി എടുക്കുന്ന വ്യക്തി അല്ലെ എന്നൊരു ഗെയിമാണ്. അവിടെയും സർക്കിൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇത്തരം കളികൾക്ക് സർക്കിൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സർക്കിൾ എന്ന ഒരു രീതി കളിക്കാൻ ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇത് അവർക്ക് വേറെ ഏതെങ്കിലും ഷേപ്പ് ഉപയോഗിക്കാമല്ലോ. സ്ക്വയർ ഉപയോഗിക്കാം. സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെ സ്ക്വയർ, പെട്ടി പോലെ റെക്റ്റാങ്കിൾ ഉപയോഗിക്കാം. എന്താണ് ട്രയാങ്കിൾ രീതിയിൽ നിന്ന് കൈപിടിച്ച് നിന്ന് അങ്ങനെ കളിക്കാം. അങ്ങനെ ഏതെല്ലാം രീതിയിൽ കളിക്കാൻ സാധിക്കും. പക്ഷെ അവരെപ്പോഴും ഒരു സർക്കിൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഉത്തരം പറഞ്ഞുതരാം. If a rectangle is made, distance between persons will be unequal. എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഈ സർക്കിൾ എന്ന രൂപത്തിൽ ആ ഗെയിം 1 അല്ല കണ്ടില്ല, ആ ഗെയിം 1 ഒരു സർക്കിളായിട്ട് കൈപിടിച്ച് നിൽക്കുകയാണ് കൂട്ടുകാര്. എന്നിട്ട് ചുറ്റും ഒരാള് എന്താണ് പുറത്ത് ഔട്ട്സൈഡിൽ നിന്ന് ഒരാള് ആരെയോ ക്യാച്ച് ചെയ്യാൻ വേണ്ടി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സർക്കിൾ നിൽക്കുന്നതിന് പകരം അവർ റെക്റ്റാങ്കിൾ രീതിയിലാണ് നിൽക്കുന്നതെന്ന് ആലോചിക്കുക. കണ്ടില്ലേ, ഇങ്ങനെ ഒരു വര താഴത്തോട്ട് ഇങ്ങനെ ഈ ഒരു റെക്റ്റാങ്കിൾ രൂപത്തിലാണ് അവർ നിൽക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ നിൽക്കുന്ന ആൾക്കാരും ഇവിടെ നിൽക്കുന്ന ആൾക്കാരും തമ്മിലുള്ള അൺഈക്വൽ ഡിസ്റ്റൻസ് ആയി മാറും അല്ലെ. കാരണം ഇവിടെ കുറച്ച് പേര് 3 പേര് നിന്നാൽ മതിയായിരിക്കും. പക്ഷെ ഇവിടെയോ 4 പേർക്ക് നിൽക്കേണ്ട വരും. ഇവിടെ 3 പേര്, ഇവിടെ 4 പേര് നിൽക്കേണ്ട വരും. അപ്പോൾ ഓരോ സൈഡിലുമുള്ള ആൾക്കാരുടെ എണ്ണം അല്ലെങ്കിൽ ദൂരത്തിൽ വ്യത്യാസം സംഭവിക്കും അല്ലെ. അപ്പൊ എല്ലാവരും കൈപിടിച്ച് നിന്നാൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ 3-ലുള്ള ആൾക്ക് എന്താണ് ഈ 1-ലോട്ടുള്ള ദൂരവും ഈ സൈഡിലെ 1-ലോട്ടുള്ള ദൂരവും
ഇപ്പോഴത്തെ സൈഡിലുള്ള ഒന്നിലോട്ടുള്ള ദൂരം എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ സൈഡിൽ നിൽക്കുന്ന ഈ അറ്റത്തുള്ള ആളെ പിടിക്കാനും അളവിൽ വ്യത്യാസം, ദൂരത്തിൽ വ്യത്യാസം വരും. അല്ലെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ പിടിക്കാനും അളവിൽ വ്യത്യാസം വരും. മുകളിൽ നിൽക്കുന്ന വ്യക്തിക്കും താഴെ നിൽക്കുന്ന ഈ രണ്ട് വ്യക്തികളെ, അപ്പുറം ഇപ്പുറം നിൽക്കുന്ന വ്യക്തികളെ ഓടിച്ചെന്ന് പിടിക്കാനായിട്ട് എന്താണ് അളവിൽ വ്യത്യാസം, ദൂരത്തിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് സമയം വ്യത്യാസം സംഭവിക്കും അല്ലെ. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കളിയിൽ നമ്മൾ എന്താണ്, കള്ളക്കളിയൊന്നും പാടില്ല. എല്ലാവരും നിൽക്കുന്ന ആ ഒരു അറേഞ്ച്മെന്റിൽ എല്ലാവരും തുല്യമായ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സർക്കിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്താണ്, ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ പിടിക്കണം, ഒന്ന് ക്യാച്ച് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് ഓടി വന്ന് പിടിക്കണമെങ്കിൽ ദൂരം ഇങ്ങനെ ഓടിയാലും കറക്റ്റാണ്, ഇങ്ങനെ ഓടിയാലും കറക്റ്റാണ്, സത്യമല്ലേ. പക്ഷെ ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തിക്കോ, ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ പിടിക്കാൻ വേണമെങ്കിൽ എന്താണ്, ഈ അളവിൽ വ്യത്യാസം സംഭവിക്കാം, ഈ അളവിലൊക്കെ വ്യത്യാസം, അപ്പോൾ കുട്ടികൾ നിൽക്കുന്ന അനുസരിച്ച് ഈ അളവിലൊക്കെ വ്യത്യാസം സംഭവിച്ചെന്നിരിക്കാം. ഓക്കെ, അപ്പൊ അളവിൽ അല്ലെങ്കിൽ ദൂരത്തിൽ വ്യത്യാസം വരും മറ്റ് ഫിഗേഴ്സ് നമ്മൾ ഗെയിമിൽ ഉപയോഗിച്ചാലും. പക്ഷെ സർക്കിൾ ആകുമ്പോഴോ എങ്ങനെയൊക്കെ നമ്മൾ നിന്നാലും കുട്ടികൾ കൈകോർത്ത് റൗണ്ട് ഷേപ്പിൽ നിന്നാലും എന്താണ്, ദൂരം എല്ലാവർക്കും ഇടയിലുള്ള ദൂരം ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഗെയിംസിൽ റൗണ്ട് എന്ന ഷേപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉത്തരമായിട്ട് എഴുതുക. If a rectangle is made, distance between persons will be unequal. Okay, rectangle ആണ്. ഇപ്പോൾ ട്രയാങ്കിൾ എടുത്താലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഡിസ്റ്റൻസ് കളിക്കാൻ ഉപയോഗിക്കുമ്പോൾ കളിയിൽ ഡിസ്റ്റൻസ് കുട്ടികൾ നമ്മളുടെ ഡിസ്റ്റൻസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്തരം ഷേപ്പുകളൊന്നും ഉപയോഗിക്കാതെ കൃത്യം സർക്കിൾ ഷേപ്പ് തന്നെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിൾ ഉപയോഗിക്കാൻ പാടില്ല, സ്ക്വയർ ഉപയോഗിക്കാൻ പാടില്ല, ട്രയാങ്കിൾ ഉപയോഗിക്കാൻ പാടില്ല. കൃത്യമായി നമ്മൾ ഗെയിംസിലെല്ലാം ഉപയോഗിക്കുന്ന ഷേപ്പ് ഏത് ഷേപ്പാണ്, സർക്കിൾ ഷേപ്പാണ്. If a rectangle is made, distance between persons will be unequal. ഇനി അടുത്തത്, what if a rectangle was made? Discuss. ഇപ്പോൾ പറഞ്ഞ ഉത്തരം തന്നെയാണ്. എന്താണ്, റെക്റ്റാങ്കിൾ ആണെങ്കിൽ കുട്ടികൾ തമ്മിലുള്ള അകലത്തിൽ വ്യത്യാസം സംഭവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ കളിയിൽ ഗെയിംസിൽ റെക്റ്റാങ്കിൾ ഉപയോഗിക്കാത്തത്. Think of some other games you play by making circles. ഇനി നിങ്ങൾ സർക്കിൾ ഉപയോഗിച്ച് കളിക്കുന്ന മറ്റു ഗെയിംസുകൾ ഏതൊക്കെയാണ്? ആ ഗെയിംസിന്റെ പേരൊക്കെ ഒന്ന് പറയാമോ? ഒന്ന് ആലോചിച്ച് എല്ലാവരും. എന്തൊക്കെ എഴുതാം? മ്യൂസിക്കൽ ചെയർ. എന്താണ് മ്യൂസിക്കൽ ചെയർ? കസേര കളിക്ക് നമ്മൾ ചിലപ്പോൾ റെക്റ്റാങ്കിൾ ചുറ്റും വട്ടത്തിൽ ആൾക്കാരെ എടുത്തിട്ട് ചുറ്റും നമ്മളിങ്ങനെ ഓടി കളിക്കാറുണ്ട് അല്ലേ. കസേര കളി. പിന്നെ നേരെ ഒരൊറ്റ ലൈനിലും കസേര അറേഞ്ച് ചെയ്തും നമ്മൾ മ്യൂസിക്കൽ ചെയർ കളിക്കാറുണ്ട്. പക്ഷെ ഈ മിസ് അതല്ല പറയുന്നത്. നമ്മൾ സർക്കിള് റൗണ്ട് ഷേപ്പിൽ കസേരകളെല്ലാം അടുക്കി വെച്ചിട്ട് കസേരക്ക് ചുറ്റും പാട്ടിടുമ്പോൾ ഓടിക്കളിക്കത്തില്ലേ, മ്യൂസിക്കൽ ചെയർ. ഇനിയോ റിങ്ങ റോസസ്. അറിയാലോ എല്ലാവർക്കും റിങ്ങ റോസസ് എങ്ങനെയാണ്. ആ കളിയിലെല്ലാം നമ്മൾ സർക്കിൾ ഷേപ്പാണ് ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും അറിയാൻ സാധിക്കത്തില്ലേ? ഓക്കെ, അപ്പോൾ എന്താണ് നോട്ട് ബുക്കിൽ മിസ് പറഞ്ഞ പേജ് നമ്പർ 82 ആ ട്രേസുകളെല്ലാം വരയ്ക്കുകയും വേണം. എന്നിട്ട് ഏത് ട്രേസാണ് ഏറ്റവും വലുത്, ഏതിൻ്റെ ട്രേസാണ് ഏറ്റവും ചെറുത് എന്ന് കണ്ടുപിടിക്കുക. പേജ് നമ്പർ 82 നോട്ട് ബുക്കിൽ വരയ്ക്കാൻ പറഞ്ഞതാണ്. പേജ് നമ്പർ 83 ക്വസ്റ്റ്യൻ മിസ് ഇപ്പോൾ പറഞ്ഞ 2-3 തവണ മിസ് വായിച്ചു. അത് ഇഫ് റെക്ടാങ്കിൾ ഈസ് മെയ്ഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പേഴ്സൺസ് വിൽ ബി അൺഈക്വൽ എന്ന സെന്റൻസ് അവിടെ എഴുതുക. ഓക്കെ, ഹോംവർക്കുകളൊന്നും ഇല്ല. നമുക്കിനി പ്രാക്ടീസ് ബുക്കിലോട്ട് കയറുമ്പോഴാണ് ഹോംവർക്കുകളെല്ലാം കൂടുന്നത്. എല്ലാവരും ചെറിയൊരു പോർഷൻ മിസ് എടുത്തോളൂ. നന്നായിട്ട് പഠിക്കണം കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യണം. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.